അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. നല്ല അടിപൊളി മോര് കറി, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ രാവിലത്തെ കടലക്കറി, പിന്നെ നമ്മുടെ മത്തി പൊരിച്ചത്. ഹൈവ മാഷാ അല്ലാ. ആ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചപ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാട്ടോ. ഇനി ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ഒരു പിടി ബിസ്മില്ലാ. മാഷാ അല്ലാ, അടിപൊളിയാണ് കേട്ടോ. നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മത്തി കാണിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു നാല് മാസത്തോളമായിട്ടുണ്ടാവും കേട്ടോ മത്തി കഴിച്ചിട്ട്. നല്ല മത്തിയാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. എന്താ പറയുക, വയറ് പൊട്ടിയ മത്തി എന്നൊക്കെ പറയില്ലേ, നല്ല വലിയ മത്തിയാണ്. എന്തായാലും ഇവരിനെ ഇന്ന് നമുക്കൊന്ന് പൊരിച്ച് സെറ്റാക്കണം. ഇത് നമ്മുടെ സുലൈമാന് കൊടുത്തിട്ട് വരാം കേട്ടോ. സുലൈമാൻ അവിടെ ഭയങ്കര കരച്ചിലാ. ബിസ്മില്ലാ, കഴിച്ചോട്ടാ സുലൈമാനെ, കഴിച്ചോട്ടാ. എല്ലാം കൂടിയിട്ടേ ഇതെല്ലാം കൂട്ടി ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ ഇതാ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മസാല നേരത്തെ അരക്കാൻ പറഞ്ഞില്ല, അതിൽ കൂടെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാലപ്പൊടി, കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി അരച്ചതാണ് കേട്ടോ. മാഷാ അല്ലാ, അങ്ങനെ മീൻ പൊരിച്ചത് സെറ്റ്. ആ മീൻ പൊരിച്ചത് ലാസ്റ്റ് മസാല എണ്ണയിലൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും ഒഴിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് ദിവസമായി. അടിപൊളിയാണ്, നല്ല മത്തിയാണ്. ചിലപ്പോൾ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടാറില്ല. ഇത് അടിപൊളി.